ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. ഏപ്രിൽ 9 വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. നിലവിലാകെ 8,03,701 വോട്ടർമാരുണ്ട്. ഇതിൽ 4,06,891 സ്ത്രീകളും 3,96,802 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. വോട്ടർമാരിൽ 50.62% സ്ത്രീകളും 49.37% പുരുഷന്മാരുമാണ്. ജില്ലയിലാകെ 1076 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ ഏപ്രിൽ 9 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ്. ഈ ഇലക്ഷനിൽ ഏറ്റവും സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും, അത് DEO തൊട്ട് RO ARO തലത്തിൽ താഴോട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഷെഡ്യൂൾഡാണ്. പല ട്രെയിനിങ്ങുകളും പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുൻ ഇലക്ഷനുകളിൽ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞ ഒരു സാഹചര്യം പലപ്പോഴും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ ആയാലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ആയാലും ഇതര ജില്ലകളെ അപേക്ഷിച്ച് 2-3 ജില്ലകളിൽ ഇടുക്കിയും വളരെ കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സാക്ഷരത ഇലക്ഷൻ മേഖലയിലും കൃത്യമായിട്ട് പ്രതിഫലിക്കണം. അതായത് ഇലക്ഷൻ സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാതരം വോട്ടർമാരും കൃത്യമായിട്ട് പങ്കെടുത്ത് അത് അങ്ങേയറ്റം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ജില്ലയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചില റിമോട്ട് ഏരിയാസ് അതുപോലെ തന്നെ അർബൻ മേഖലകളിലൊക്കെ കുറച്ച് പുറകിലാണുള്ളത്. ഇപ്രാവശ്യം അത്തരം മേഖലകളിൽ നമ്മൾ കൂടുതൽ പ്രചാരണ പരിപാടികൾ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വത്തിലും നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയമുള്ള വോട്ടർമാരും ഇക്കാര്യത്തിൽ സഹകരിക്കണം. നമുക്ക് നിലവിൽ 8 ലക്ഷത്തോളം വോട്ടർമാരാണ് നമുക്ക് ജില്ലയിലുള്ളത്. അപ്പോൾ ഏതാനും കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. അക്കാര്യത്തിൽ ജില്ല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ SIR-ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഇത്രയും വിസ്തൃതമായ ജില്ലയിൽ SIR-ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ നമ്മുടെ SIR പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രക്രിയ ഇലക്ഷൻ്റെ സുതാര്യമായ വോട്ടിംഗ് ശതമാനത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം നടത്തുന്നതിനും അതിനെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകരും അതുപോലെ തന്നെ ചെലവ് നിരീക്ഷകർ, പോലീസ് നിരീക്ഷകർ ഇവരൊക്കെ ജില്ലയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇന്നോട്ട് അവർ ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ തൊട്ട് നിരീക്ഷകരുടെ ഒരു സാന്നിധ്യവും ജില്ലയിൽ വിവിധ എല്ലാ 5 കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.